ഇന്ന് ഷർട്ട് പൊക്കി പിടിച്ചുകൊണ്ട് ഒരാളെൻ്റെ ഒ പിയിൽ വന്നു. അതായത് ഷർട്ട് അയാൾക്ക് താഴ്ത്തിയിടാൻ പറ്റുന്നില്ല വേദന കാരണം. നെഞ്ചിൻ്റെ ഭാഗത്ത് ഷർട്ട് തൊടുമ്പോൾ വേദനയാണ്. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് 2 ആഴ്ച മുന്നേ ആ ഭാഗത്ത്, അതായത് നെഞ്ചിൻ്റെ ഭാഗത്ത് ഞരമ്പ് പൊട്ടി. അതായത് നമ്മൾ ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറഞ്ഞ അസുഖം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണയായി നാട്ടിൽ ഞരമ്പ് ചൊള്ളാന്നും ഞരമ്പ് പൊട്ടി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു അസുഖമാണ് ഈ ഹെർപ്പിസ് സോസ്റ്റർ. അത് നെഞ്ചിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ ഒരു ഈ കുമിളകളെല്ലാം ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പെയിന് മാറുന്നില്ല. അസഹനീയമായ വേദനയാണ്. തുണി അവിടെ തട്ടാൻ പറ്റില്ല. രാത്രി കിടക്കാൻ പറ്റുന്നില്ല. ഫാനിൻ്റെ കാറ്റ് തട്ടുമ്പോൾ ഭയങ്കര ശക്തമായ വേദന. അപ്പോൾ ഉറക്കം കിട്ടുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല എന്നുള്ളൊരു കമൻറ്റും കൂടി കിട്ടി. അപ്പോൾ ഇതിലാകെ വിഷമിച്ചാണ് അദ്ദേഹം ഒ പിയിലേക്ക് വരുന്നത്. അപ്പോൾ എന്താണ് ഈ ഹെർപ്പിസ് സോസ്റ്റർ അല്ലെങ്കിൽ ഞരമ്പ് പൊട്ടി, അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ നിഷാദ്, കൺസൾട്ടൻറ്റ് പെയിൻ പേഷ്യൻ, കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, കോഴിക്കോട്. ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ചെറുപ്പകാലത്തിൽ അല്ലെങ്കിൽ മുമ്പ് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വൈറസ്, അപ്പോൾ വാരിസെല്ല എന്ന് പറഞ്ഞ ഒരു വൈറസാണ് ഈ ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ശരിക്കും നമ്മുടെ ശരീരത്തിലെ ഞരമ്പിൻ്റെ ഭാഗത്തുകൾ എവിടെയെങ്കിലും അത് കിടക്കും. ആ ഡോർമൻ്റായിട്ട് കിടക്കാൻ നമ്മൾ ആ വൈറസ് ഒരിക്കലും ശരീരത്തിൽ ഇൻഫെക്ഷൻ വന്നാൽ ശരീരത്തിൽ എവിടെയെങ്കിലും ആയിട്ട് അത് കിടക്കും. അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് പ്രായമാകുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രായമാണെന്ന് നിർബന്ധമില്ല, നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി, അതായത് പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഈ വൈറസ് ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഈ ഏത് നെർവിൻ്റെ ഇത് ഗാംഗ്ലിയോണിലാണോ ഇത് സ്ഥിതി ചെയ്യുന്നത്, അപ്പോൾ അവിടെ നിന്ന് ആ ഞരമ്പ് വഴി അത് മെല്ലെ ട്രാവൽ ചെയ്ത് പുറത്തേക്ക് വന്ന് തൊലിപ്പുറത്തത് പൊട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരു നെർവിൻ്റെ ഭാഗത്തായിരിക്കും ഈ ഒരു വൈറസ് ഉണ്ടാവുക. അപ്പോൾ ഏത് ഞരമ്പിൻ്റെ ഭാഗത്താണോ ആ വൈറസ് ആ ഭാഗത്തേക്കുള്ള സ്കിന്നിൽ വന്നിട്ടാണ് ഇതൊരു ബ്ലിസ്റ്ററായിട്ട് വരും. അപ്പോൾ അങ്ങനെ അതൊരു പെയിനും ബ്ലിസ്റ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ഏരിയയിൽ മാത്രം. ഇപ്പോൾ സാധാരണ നമുക്ക് ചിക്കൻ ബോക്സ് ഉണ്ടാക്കുമ്പോൾ ശരീരം മൊത്തത്തിലാണ് അതിൻ്റെ പൊക്കിളകളും കുമിളകളൊക്കെ വരാറുള്ളത്. അതിൻ്റെ കൂടെ പനിയും കാര്യങ്ങളൊക്കെ, ശക്തമായ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതാകുമ്പോൾ വെച്ചാൽ നമുക്ക് പനിയോ കാര്യങ്ങളോ കാര്യമായിട്ടുണ്ടാവില്ല. അത് ഒരു ഏരിയയിൽ മാത്രം, ഒരു നെർവിൻ്റെ ഭാഗത്ത് മാത്രമാണ് കാണുക. ഇത് സാധാരണയായിട്ട് കാണുന്നത് വെച്ചാൽ നമുക്ക് ഈ നെഞ്ചിൻ്റെ ഏതെങ്കിലും ഒരു 1-2 ഞരമ്പിൻ്റെ ഭാഗത്തായിരിക്കും കാണുക. അതല്ലെങ്കിൽ നമുക്ക് കണ്ണിൻ്റെ ഈ മുകൾ ഭാഗത്തും നെറ്റീൻ്റെ ഭാഗത്തായിട്ടുള്ള ഭാഗത്ത് കാണാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെർവ് ഏത് ഭാഗത്തും വരാം. പക്ഷേ കോമൺ ആയിട്ട് വരുന്ന സ്ഥലങ്ങളും ചെസ്റ്റിൻ്റെ ഭാഗത്തും കണ്ണിൻ്റെ ഭാഗത്തും പിന്നെ ഏതെങ്കിലും ഞരമ്പിൻ്റെ ഭാഗത്ത് കാലിലേക്കുള്ളയോ അല്ലെങ്കിൽ കയ്യിലേക്കുള്ള ഏതെങ്കിലും ഞരമ്പിൻ്റെ ഭാഗത്തായിരിക്കും വരിക. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പൊതുവേ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ തുടക്കം മുതലേ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ ഹെർപ്പിസ് സോസ്റ്റർ. അതായത് ആദ്യം തുടങ്ങുകയെന്ന് വെച്ചാൽ വേദനയാണ്. ഫസ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇത് വരുന്നത് നെഞ്ചിൻ്റെ ഭാഗത്താണെങ്കിൽ നെഞ്ചിൻ്റെ ഒരു ഭാഗത്ത് ശക്തമായ വേദന വരും. അത് നമുക്ക് ഇടത്തെ സൈഡിലാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റിയിലേക്ക് പോകുകയാണ്. ശക്തമായ വേദനയായിരിക്കും അനുഭവപ്പെടുക. പുകച്ചിൽ, വേദന, ഇത് രണ്ടുമാണ് ആദ്യം വരിക. അപ്പോൾ ഇത് വന്ന് നമ്മൾ നേരെ കാഷ്വാലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ എക്സ്റേ, സ്കാനിങ്, ECG എന്തെടുത്ത് കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഒരു സാധനം കാണാനുണ്ടാവില്ല, എല്ലാം നോർമലായിരിക്കും. അപ്പോൾ നമുക്കൊരു പേടിയാണല്ലോ, നെഞ്ചിൻ്റെ പെയിൻ നേരെ കാഷ്വാലിറ്റിയിലേക്കാണ് നമ്മൾ പോവുക. അപ്പോൾ അത് എല്ലാ ടെസ്റ്റുകളും നോർമലായിരിക്കും. മെഡിസിൻ എടുത്താൽ എന്നിട്ട് കുറയില്ല. സാധാരണ പെയിൻ കില്ലർ ഒന്നും എടുത്തു കഴിഞ്ഞാൽ സാധാരണ മറ്റുള്ള അസുഖങ്ങൾക്ക് കൊടുക്കുന്ന വേദന സംഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ അത് കഴിഞ്ഞ് 3-4 ദിവസം കഴിയുമ്പോൾ, അപ്പോൾ 5-ാമത്തെ ദിവസം അല്ലെങ്കിൽ 4-ാമത്തെ ദിവസമാണ് ഈ ബ്ലിസ്റ്റേഴ്സ്, അതായത് ഈ പൊക്കിളകൾ പുറത്തേക്ക് കാണുക, ആ സ്കിന്നിൻ്റെ ഭാഗത്തേക്ക് പ്രത്യക്ഷപ്പെടുക. അപ്പോൾ ആ ഒരു സമയത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അത് അസുഖം ഇന്നാണെന്നുള്ളത് കൺഫേം ആവും. പക്ഷേ ഈ തുടക്കത്തിലെ 3 ദിവസം നമ്മൾ ഈ പെയിന് സഹിക്കാത്തതുകൊണ്ട്, ഉറക്കം കിട്ടാത്തതുകൊണ്ട് പല സ്ഥലങ്ങളിൽ അപ്പോഴത്തേക്ക് തന്നെ 2-3 ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഓരോരുത്തരും സ്കാനിങ്ങും എക്സ്റേ എല്ലാം എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഒരു തീരുമാനമായിട്ടുണ്ടാവില്ല. കാരണം ചില എക്സ്റേ ഒന്നും ഡോക്ടർമാരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ ഒരു സ്റ്റേജിൽ ആദ്യത്തെ 3-4 ദിവസത്തേക്ക് നമുക്ക് ഒരു ലക്ഷണങ്ങളും അല്ലെങ്കിൽ ഒന്നും കണ്ടുപിടിക്കാനുള്ള ഒരു സംഭവം ഉണ്ടാവില്ല. പെയിന് മാത്രമേ രോഗിക്ക് ഉണ്ടാവുള്ളൂ. അതാണ് ഈ ഒരു അസുഖത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ ഒരു മിസ്റ്ററിയാണ്. പല ആൾക്കാർക്കും പെയിന് 3-4 ദിവസം ഒരു 4-5 ഡോക്ടർമാരെ കാണിച്ചു, കുറേ ടെസ്റ്റുകൾ ചെയ്തു. പക്ഷേ ലാസ്റ്റ് 4-5-ാമത്തെ ദിവസമാണ്, 4-ാമത്തെ ദിവസം ഈ ബ്ലിസ്റ്റർ വരുമ്പോഴാണ് ഇത് പുറത്ത് ചാടുക. പലപ്പോഴും നമുക്ക് ഈ ബ്ലിസ്റ്റർ വരുന്ന സമയത്തും കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു നെഞ്ചിൻ്റെ ഭാഗത്തൊരു വേദന വന്നു, അപ്പോൾ വേദന വന്ന് നമ്മൾ പോയി കാണിച്ച ഒരു ബാമോ, പെയിനുള്ള ഒരു ബാമോ കാര്യങ്ങളോ എന്തെങ്കിലും പുരട്ടിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ബ്ലിസ്റ്റർ പൊങ്ങിയിട്ട്. അപ്പോൾ പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കുന്നത് വെച്ചാൽ നമ്മൾ അവിടെ തേച്ചിട്ടുള്ള ഓയിൻമെൻറ്റിൻ്റെ ഒരു റിയാക്ഷനാണ്
ഈ ബ്ലിസ്റ്റർ പോലെ വന്നതെന്നുള്ളതാണ് പലരും തുടക്കത്തിൽ തെറ്റിയത്. അങ്ങനെ കുറേ ആൾക്കാർ വന്ന് പറയാറുണ്ട്, ഞാനിപ്പോൾ അവിടെ പെയിന് മാറാണ്ടായപ്പോൾ ഒരു ഓയിൻമെൻറ്റ് പുരട്ടി, അപ്പോൾ അതിന് അലർജി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ആണ് സാധാരണ ഇതിൻ്റെ ഒരു പ്രത്യേകത. തുടക്കത്തിൽ നമുക്ക് ചെറിയ ക്ഷീണം പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ ശക്തമായ വേദന ഉണ്ടാവും. ഒരു 4ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഏരിയയിൽ ചെറിയ ചോപ്പും അതുപോലെ ചെറിയ ചെറിയ കുനുകുന ഉള്ള കുറച്ച് കുമിളകൾ വരും. അപ്പോൾ ആ ചിക്കൻ ബോക്സിനേക്കാൾ ചെറുതായിരിക്കും. ആ ഒരു ഗ്രൂപ്പായിട്ട് കുറച്ച് കുമിളകൾ ആ സ്കിന്നിൻ്റെ ഭാഗത്തും, അല്ലെങ്കിൽ ഇപ്പോൾ നെഞ്ചിൻ്റെ ഭാഗത്താണെങ്കിൽ നെഞ്ചിൻ്റെ നേരെ പുറകിലും അതിൻ്റെ ഫ്രണ്ടിൽ ആ ഞരമ്പ് എത്തുന്നുണ്ട്, ആ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് പല സ്ഥലത്തായിട്ട് ഈ കുമിളകൾ ഉണ്ടാവും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ, അതിൻ്റെ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഡയഗ്നോസ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ അപൂർവമായിട്ടാണ് അതിന് ടെസ്റ്റുകളുടെ ആവശ്യമുള്ളൂ. ക്ലിനിക്കലി തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഈ ഹെർപ്പിസ് സോസ്റ്റർ. അപ്പോൾ അതിനുശേഷം നമുക്ക് പിന്നീടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അറിയേണ്ടത്. എങ്ങനെ ചികിത്സിക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ള സൊല്യൂഷനാണ് അറിയേണ്ടത്. അപ്പോൾ അസുഖം എന്നതാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടി കഴിഞ്ഞാലും ഈ ബ്ലിസ്റ്റേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അസുഖം കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റാണ് പലപ്പോഴും ബുദ്ധിമുട്ട് വരിക. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ചാൽ, മറ്റുള്ള നമുക്ക് പൊതുവേ വരുന്നൊരു അസുഖം, ഇപ്പോൾ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ന്യൂമോണിയ ആണെങ്കിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് കുറച്ച് സമയം മാറി പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഈ ഞരമ്പ് വഴിയാണ്. എങ്ങനെയാണ് ഇത് വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വൈറസ് ഞരമ്പിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഞരമ്പ് വഴിയെ പുറത്തേക്ക് വന്നിട്ട് തൊലിപ്പുറത്ത് പൊട്ടുകയാണ്. അപ്പോൾ ഏത് നെർവ് വഴിയാണോ അത് തൊലിപ്പുറത്തേക്ക് വന്നിട്ടുള്ളത്, ആ നെർവിൻ്റെ ചുറ്റുമുള്ള കവറിങ് ഉണ്ട്, അത് നശിപ്പിക്കും, ഈ വൈറസ് നശിപ്പിക്കും. അതുകൊണ്ട് ഈ ആളുകൾക്ക് ശക്തമായ വേദന ഉണ്ടാകും. വേദന ഉണ്ടാകുന്നത് ഞരമ്പിൻ്റെ വേദന, അതായത് നാഡീ സംബന്ധമായ വേദനയാണ് ഇവർക്ക് അനുഭവപ്പെടുക. അപ്പോൾ ഈ നാഡീ സംബന്ധമായ വേദന ചില ആളുകൾക്ക് നിലനിൽക്കും. അതായത് നമ്മളെ ഈ ബ്ലിസ്റ്റേഴ്സൊക്കെ ഉണങ്ങി കംപ്ലീറ്റ് ഹീലായി ഒരു പ്രശ്നവും സ്കിന്നിലില്ല, എന്നാലും വേദന നിലനിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകും. ഇതിനാണ് ഈ പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ എന്ന് പറയും. അതായത് ഹെർപ്പിസ് സോസ്റ്റർ വന്നതിന് ശേഷം ആ ഭാഗത്തുണ്ടാകുന്ന ഞരമ്പിൻ്റെ നാഡികൾക്കുണ്ടാകുന്ന വേദനയ്ക്കാണ് ഈ പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ എന്ന് പറയുന്നത്. ഇതാണ് അസഹനീയമായ ഒരു വേദന. നമുക്ക് ആ തുടക്കത്തിൽ വന്നപ്പോൾ, ബ്ലിസ്റ്റർ വന്നപ്പോൾ ഉള്ള ബുദ്ധിമുട്ടിനെക്കാട്ടും കൂടുതലാണ് ഈ അസുഖം മാറിയതിന് ശേഷം അവിടെ നിലനിൽക്കുന്ന വേദനയുടെ കാഠിന്യം അത്രയും കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ കഥയാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുള്ളത്. അതായത് അവർക്ക് ആ ഒരു ഭാഗത്തേക്ക് തുണി തട്ടാൻ പറ്റില്ല, ആ ഭാഗത്ത് വെള്ളം കൊള്ളാൻ പറ്റില്ല, അത് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, ആ സൈഡിലേക്ക് കിടക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള അവസ്ഥ എല്ലാത്തിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു അസ്വസ്ഥതയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജി വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. അപ്പോൾ ഒരു കൃത്യമായ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് വരാതിരിക്കുക അങ്ങനെ സംഭവമില്ല. പക്ഷേ എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ന്യൂറാൾജിയയിലേക്ക് സ്ഥിരമായി നിലനിൽക്കുന്ന വേദനയിലേക്ക് മാറുന്നത് നമുക്ക് ചിലപ്പോൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തത്, നമ്മൾ ഈ അസുഖം കണ്ടുപിടിച്ച ഉടനെ തന്നെ ഈ വൈറസിനെ കൊല്ലാനുള്ള മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ ഒരു വൈറസാണ് അസുഖം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വൈറസിനുള്ള ആൻറ്റി വൈറൽ മെഡിസിൻസ് ഉണ്ടാവും. വാസൈക്ലോവിർ, വാലസൈക്ലോവിർ, അങ്ങനെ പല രീതിയിലുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു ആൻറ്റി വൈറൽ മരുന്ന്, അത് നിർബന്ധമായിട്ട് നമ്മൾ ഇത് കണ്ട ഉടനെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യണം. കാരണം അത് എത്രത്തോളം വൈറൽ ലോഡ് നമുക്ക് കുറയുന്നു അത്രത്തോളം നമുക്കത് പിന്നീട് പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത കുറയും. പിന്നെ രണ്ടാമത്തെ കാര്യം, അത് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനുള്ള പെയിനുള്ള ട്രീറ്റ്മെൻറ്റ് കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ വേദന എത്ര കൂടുതൽ കാലം സഹിക്കുന്നു അത്രത്തോളം കൂടുതൽ കാലത്തേക്ക് അത് നിലനിൽക്കുന്നതാണ്. അപ്പോൾ നെർവിന് സെൻസിറ്റൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും പെയിന് മാറാത്തൊരവസ്ഥ. അപ്പോൾ കഴിയുന്നതും എത്ര നേരത്തെ നമുക്ക് പെയിന് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അത്രയും കൂടുതൽ കാലം നമുക്ക് അതിൻ്റെ റിസൾട്ട് നന്നാവും. പിന്നെ ഉള്ളത്, അതിനാവശ്യമായിട്ടുള്ള പെയിൻ എന്ന് പറഞ്ഞാൽ പെയിൻ നമ്മളെ നെർവിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനും അതിൻ്റെ പെയിന് കുറയ്ക്കാനും സഹായിക്കുന്ന ന്യൂറോപ്പത്തിക് മെഡിസിൻസ് ഉണ്ട്. അതും അതിൻ്റെ കൂടുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇത് സാധാരണ വരുന്നൊരു ചോദ്യമാണ്, നമുക്ക് ഈ ഒരു അസുഖം പകരുമോ എന്നുള്ളത്. അപ്പോൾ ചിക്കൻ ബോക്സ് ഒക്കെ സാധാരണ പകരില്ല, അപ്പോൾ ഈ ഹെർപ്പിസ് സോസ്റ്റർ പകരുമോ എന്നുള്ള ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഹെർപ്പിസ് സോസ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ചിക്കൻ ബോക്സ് നമ്മൾ അടുത്ത് പോയാൽ തന്നെ പകരും. പക്ഷേ ഹെർപ്പിസ് സോസ്റ്റർ നമുക്ക് ആ ഒരു ബ്ലിസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു കുമിളകളിലെ അവിടെ നിന്നുള്ള ഫ്ലൂയിഡോ അല്ലെങ്കിൽ അവിടെ തൊട്ട സാധനങ്ങൾ നമ്മൾ മറ്റുള്ള ആൾക്കാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പകരും. അല്ലെങ്കിൽ അവരുപയോഗിച്ച തോർത്ത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പകരും. പക്ഷേ പകരുന്ന ആൾക്കാർക്ക് സാധാരണ ഹെർപ്പിസ് സോസ്റ്റർ അല്ല വരിക, അവർക്ക് ചിക്കൻ ബോക്സ് ആണ് വരിക. അപ്പോൾ വൈറസ് സെയിം ആണല്ലോ, അപ്പോൾ അവർക്ക് ചിക്കൻ ബോക്സ് ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, ആ ഭാഗത്ത് ടച്ച് ചെയ്ത ഒരു കോമൺ ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ നോക്കും. അപ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് പകരാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ള കാര്യങ്ങൾ വെച്ചാൽ, ഇവർക്ക് ഭക്ഷണം ഏത് കഴിക്കാൻ പറ്റുമോ, അങ്ങനെ കുറേ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്. ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, ഈ എണ്ണയുള്ള കൊഴുപ്പുള്ളതൊന്നും പറ്റില്ല, അങ്ങനെയുള്ള കുറേ തെറ്റിദ്ധാരണകളുണ്ട്. എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുക. ഭക്ഷണം കഴിക്കുന്നത് ഇതുമായിട്ടൊരു ബന്ധവുമില്ല. നമുക്ക് ഇതുള്ള അസുഖമുള്ള ആൾക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എണ്ണ കൂട്ടിക്കൊണ്ടോ, എണ്ണയുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ പൊരിച്ച കാര്യങ്ങളോ കൂട്ടിക്കൊണ്ടോ അസുഖം കൂടുകയോ അങ്ങനത്തെ അസ്വസ്ഥകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഭക്ഷണ സാധനങ്ങളെല്ലാം കഴിക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ട്രീറ്റ്മെൻറ്റ്, നമുക്ക് ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർമാർ തന്നെ പലരും പറയും നമുക്ക് ഇതിന് ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല, അപ്പോൾ അങ്ങനെ സഹിച്ചാൽ മതി എന്നുള്ള.
അത് തെറ്റിദ്ധാരണയാണ്. നമ്മൾ വന്ന ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ആൻറ്റിവൈറൽ മെഡിസിൻ എടുക്കലും നിർബന്ധമാണ്. അതിൻ്റെ കൂട്ടത്തിൽ വേദന കുറയാനുള്ള ട്രീറ്റ്മെൻറ്റും എടുക്കണം. കാരണം തുടക്കത്തിലെ വേദന നമ്മൾ കൺട്രോൾ ചെയ്താലാണ് നമുക്ക് പിന്നീട് ഇത് ഈ ന്യൂറോളജി എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നത് നമുക്ക് തടയാൻ പറ്റുക. അപ്പോൾ ഇതും നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതിനുശേഷം ഇത് നമുക്ക് സാധാരണ രീതിയിൽ മെഡിസിൻസ് ഞാൻ പറഞ്ഞു, ഈ പെയിന് കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസ് നമ്മൾ ഈ പറഞ്ഞ ന്യൂറോപ്പതിക് മെഡിസിൻസും പെയിന് കുറയാനുള്ള മെഡിസിൻ സാധാരണയുള്ള വേദന സമയങ്ങളിൽ കഴിച്ചാൽ ഇതിൻ്റെ വേദന കുറയില്ല. അപ്പോൾ ഇതിന് വേദന കുറയുന്ന പ്രത്യേക മെഡിസിൻസ് വേറെ ഉണ്ട്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി സമാധാനം ഉണ്ടാവും. മിക്ക ആളുകൾക്കും അതിൽ കൺട്രോൾ ചെയ്ത് കിട്ടും. അതിൽ കൺട്രോൾ ചെയ്യാത്ത ആൾക്കാർക്ക് നമ്മൾ നേരിട്ട് ആ ഒരു നെർവിൻ്റെ ഭാഗത്താണല്ലോ, അപ്പോൾ ഏത് ഞരമ്പാണോ തുടങ്ങിയിട്ടുള്ളത്, ഏത് ഞരമ്പിൻ്റെ ഭാഗത്തു നിന്നാണോ അത് വന്നിട്ടുള്ളത്, അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ അതിൻ്റെ ഗാംഗ്ലിയോണിൻ്റെ അവിടെ ഇൻഫ്ലമേഷൻ വരും, നീർക്കെട്ട് വരും. അപ്പോൾ അത് കാരണമാണ് ഈ വേദന നിലനിൽക്കുന്നത് പിന്നീട്. അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്യണേ നേരിട്ട് എക്സ്റേ ഗൈഡായിട്ടോ അല്ലെങ്കിൽ അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടു കൂടി ആ നെർവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തിന് നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റും. ഇഞ്ചക്ഷനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ആ ഒരു പെയിനിൻ്റെ കാഠിന്യം കുറയ്ക്കാനും സാധിക്കും. അതുകൂടാതെ ഇത് പിന്നീട് നിലനിൽക്കുന്നതിൽ നിന്ന് കുറയാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. പക്ഷെ അത് ഒറ്റ ഇഞ്ചക്ഷൻ കൊണ്ട് നിൽക്കാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിലും അതിൽ വ്യത്യാസം ഉണ്ടാവും. ചില ആളുകൾക്ക് ഈ തുടക്കത്തിലുള്ള സ്റ്റേജിലല്ലാതെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ, അപ്പോൾ നമുക്ക് ഒരു പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറോളജി എന്നുള്ള സ്റ്റേജിലാണ് വരുന്നതെങ്കിൽ അവർക്ക് ചിലപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് നെർവിൻ്റെ ഒരു റേഡിയോ ഫ്രീക്വൻസി ആബ്ലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അവർ നെർവിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ഹെർപ്പിസ് സോസ്റ്റർ ആണെങ്കിലും പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറോളജി ആണെങ്കിലും രണ്ടിനും നമുക്ക് ചികിത്സ ഉള്ള ഒരു അസുഖമാണ്. അപ്പോൾ അതിന് മെഡിക്കൽ മാനേജ്മെൻറ്റ് തന്നെ മിക്ക ആളുകൾക്കും കൺട്രോൾ ചെയ്ത് നടക്കാൻ പറ്റും. അതിൽ നിൽക്കാത്ത ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള നെർവിനെ നേരിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്തിട്ട് മിംസ് ചെയ്തിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഒരു ഹെർപ്പിസ് സോസ്റ്റർ അല്ലെങ്കിൽ ഞരമ്പ് പൊട്ടി, ഞരമ്പ് ചൊള്ളാന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തൊരു അസുഖമാണെന്നുള്ള രീതിയിൽ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കൃത്യമായ ചികിത്സയുള്ള ഒരു അസുഖമാണ്. നമുക്കത് നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അത്രയും അതിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഇതുപോലെ മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.